JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. PSCയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏജ് ഓവർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രത്യേകം നോട്ടിഫിക്കേഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനപ്രദമുള്ള രീതിയിലാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏജ് ഓവർ ആയിട്ടുള്ള ഏജ് ലിമിറ്റിൽ വ്യത്യാസമുള്ള ഏതൊക്കെ തസ്തികകളാണ് എന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഗസറ്റ് ഡേറ്റ് 28/11/2025. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 31/12/2025. കാറ്റഗറി നമ്പർ 441/2025. ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഗവൺമെന്റ് പോളിടെക്നിക്സ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി ആണ്. സ്കെയിൽ ഓഫ് AICTE സ്കെയിലാണ്. നമ്പർ ഓഫ് വേക്കൻസി ഒഴിവുകൾ 3 എണ്ണമാണുള്ളത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 20 to 41 ആണ് ഏജ് ലിമിറ്റ്. അതായത് 2/1/1984 ആൻഡ് 1/1/2005. ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് വിത്ത് യൂഷ്വൽ ഏജ് റിലാക്സേഷൻ. അതായത് SC/ST-കാർക്ക് 5 വർഷത്തെയും OBC-കാർക്ക് 3 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അതിൻ്റെ യോഗ്യത എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആഫ്റ്റർ അണ്ടർഗോയിങ് എ റെഗുലർ കോഴ്സ് ഓഫ് സ്റ്റഡി. കൂടാതെ 5 years എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ് ഇൻ ആസ് ലെക്ചർ ഇൻ ഗവൺമെന്റ് എയ്ഡഡ് ഓർ AICTE അപ്രൂവ്ഡ് പോളിടെക്നിക് കോളേജസ്. അടുത്ത ഗസറ്റ് ഡേറ്റ് 28/11/2025. ലാസ്റ്റ് ഡേറ്റ് അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി 31/12/2025. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 442/2025. ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാമർ ആണ്. അതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 56,500 1/18/100 ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസി 1 ആണ്. അതിന്റെ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക, 22 to 40 ആണ് ഏജ് ലിമിറ്റ്. അതായത് കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1985 ആൻഡ് 1/1/2003. ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. കൂടാതെ SC/ST OBC-കാർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/ST-കാർക്ക് 5 വർഷത്തെയും OBC-കാർക്ക് 3 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി or MSc in computer science from a recognized university or master of computer application from a recognized university. ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടായാൽ മതിയാവും. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുക. അടുത്തത് നോക്കാം. അടുത്തത് ഗസറ്റ് ഡേറ്റ് 28/11/2025. ലാസ്റ്റ് ഡേറ്റ് 31/12/2025 ആണ്. കാറ്റഗറി നമ്പർ 444/2025. ഡിപ്പാർട്ട്മെന്റ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. നെയിം ഓഫ് പോസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഇൻ ജിയോളജി ആണ്. അതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 55,200 1/15/300 ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഇതിന്റെ വേക്കൻസി എന്ന് പറയുന്നത് 3 ആണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20/40 ആണ്. 20 to 40 ആണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 2/1/1985 ആൻഡ് 1/1/2005. ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ ഇൻ അപ്പർ ഏജ് ലിമിറ്റ് up to 43 ആണ്. years was on first day of January 2025 shall be allowed in the qualified ministerial staff under higher secondary education department for direct recruitment to the category of higher secondary school teacher. അടുത്തത് ഇതിന്റെ യോഗ്യത എന്താണെന്ന് നോക്കാം. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ദ കൺസേൺഡ് സബ്ജക്ട് with not less than 50% mark from any of the universities in Kerala or a qualification recognized as equivalent they are two in the respective subject by a university in Kerala. അടുത്തത് B.Ed in the concerned subject acquired after a regular course of study from any of the university in Kerala or a qualification recognized as equivalent they are two by a university in Kerala. അടുത്തത് in the absence of person with B.Ed degree in the concerned subject, B.Ed degree acquired in the concerned faculty as specified in the acts of and statutes of any of the universities in Kerala. അടുത്തത് ഗസറ്റ് ഡേറ്റ് 28/11/2025. അപേക്ഷ സമർപ്പിക്കാൻ അവസാന തീയതി 31/12/2025 ആണ്. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 445/2025 ആണ്. ഡിപ്പാർട്ട്മെന്റ് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. നെയിം ഓഫ് പോസ്റ്റ് നോൺ വെക്കേഷണൽ ടീച്ചർ ജൂനിയർ ഇൻ കെമിസ്ട്രി ആണ്.
സ്കെയിൽ ഓഫ് പേ 45 600 95 600 ആണ് വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്, ഒഴിവുകൾ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല, അപ്പോൾ ധാരാളം ഒഴിവുകൾ പ്രതീക്ഷിക്കാം. അടുത്ത അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 23 to 40 ആണ്, അതായത് 2/1/1985 ആൻഡ് 1/1/2002. ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. അതുപോലെ SC ST OBC കാർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കെമിസ്ട്രി with not less than 50% mark awarded by any of the universities in Kerala or an equivalent qualification. രണ്ടാമത്തെ B.Ed degree in the concerned subject acquired after a regular course of study from any of the universities in Kerala or a qualified recognized as equivalent thereto by a university of Kerala. അതുപോലെ തന്നെ in the absence of person with a B.Ed degree in the concerned subject B.Ed degree acquired after a regular course of study in the concerned faculty as specified in the acts and statutes of any of the universities in Kerala. In the absence of persons with B.Ed degree as specified in the item 1 and 2, above persons with a B.Ed degree in any subject acquired after a regular course of study from any of the universities in Kerala or a qualified recognized as equivalent thereto by any of the universities in Kerala. അടുത്തത് ഗസറ്റ് ഡേറ്റ് 28/11/2025, ലാസ്റ്റ് ഡേറ്റ് 31/12/2025 ആണ്. കാറ്റഗറി നമ്പർ 446/2025, 447/2025 ആണ്. അതിൻ്റെ നെയിം ഓഫ് പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ ആണ്. നെയിം ഓഫ് പോസ്റ്റ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ആണ്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 45 600 95 600 ആണ്. വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 to 31 ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് കാറ്റഗറി 1 ഓപ്പൺ മാർക്കറ്റിൽ 20 to 31 ആണ്. ഓൺലി കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1994 ആൻഡ് 1/1/2005. ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് വിത്ത് യൂഷ്വൽ ഏജ് റിലാക്സേഷൻ ടു ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്. കാറ്റഗറി 2-നകത്ത് 20 to 36 ആണ് ഏജ് ലിമിറ്റ്. ഓൺലി കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ 2/1/1989 ആൻഡ് 1/1/2005. ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. അടുത്തത് ഗസറ്റ് ഡേറ്റ് 28/11/2025, ലാസ്റ്റ് ഡേറ്റ് 31/12/2025 ആണ്. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക 460/2025. പാർട്ട് 1 ജനറൽ കാറ്റഗറിയാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് ആണ്, മത്സ്യഫെഡിനാണ്. അതിൻ്റെ അകത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണ്. സ്കെയിൽ ഓഫ് പേ 27 800 59 400 ആണ്. നമ്പർ ഓഫ് വേക്കൻസി 1 ആണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 40 ആണ്. 2/1/1985 ആൻഡ് 1/1/2007. ബോത്ത് ഡേറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ടു എലിജിബിൾ ഫോർ അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. SC ST കാർക്ക് 5 വർഷത്തെയും OBC കാർക്ക് 3 വർഷത്തെയും ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് MCA ഓർ BTech IT ഓർ BTech കമ്പ്യൂട്ടർ സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഇക്വലന്റ്. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇതിന് തുല്യത ഉള്ള വർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്തത് ഗസറ്റ് ഡേറ്റ് 28/11/2025, ലാസ്റ്റ് ഡേറ്റ് 31/12/2025 ആണ്. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക 467/2025 ആണ്. അതിൻ്റെ അകത്ത് റബ്ബർ മാർക്കിലാണ്, അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ് റബ്ബർ മാർക്ക്. അവിടെ ഡെപ്യൂട്ടി മാനേജറാണ് ഫെർട്ടിലൈസർ. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 9540 23 ആണ്. നമ്പർ ഓഫ് വേക്കൻസി 1 ആണ്. അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 40 ആണ്, അതായത് 2/1/1985 ആൻഡ് 1/1/2007. ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂഡഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് ആണ്. കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, അതായത് SC ST OBC കാർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ കൊമേഴ്സ്, കെമിസ്ട്രി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഗ്രാജുവേറ്റ് ഇൻ അഗ്രികൾച്ചർ, കൂടാതെ അറ്റ്ലീസ്റ്റ് 5 years എക്സ്പീരിയൻസ് ഇൻ സൂപ്പർവൈസറി ലെവൽ ഇൻ ദ ഫീൽഡ് ഓഫ് ഫെർട്ടിലൈസർ ആൻഡ് അഗ്രികൾച്ചറൽ ഇൻപുട്ട് മാർക്കറ്റിംഗ്. ഇത്രയുമാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. അടുത്തത് ഗസറ്റ് ഡേറ്റ് 28/11/2025, ലാസ്റ്റ് ഡേറ്റ് 31/12/2025 ആണ്. കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക 469/2025 ആണ്. ഡിപ്പാർട്ട്മെന്റ് ജനറൽ എഡ്യൂക്കേഷൻ ആണ്. നെയിം ഓഫ് പോസ്റ്റ് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS ആണ്. ഇതിന്റെ സ്കെയിൽ ഓഫ് 25 100 57 900 ആണ്. ഡിസ്ട്രിക്ട് വൈസ് ആണ് വയനാട് 3 ഒഴിവുകളാണ് ഉള്ളത് വയനാട് ജില്ലയിൽ. അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 to 40 ആണ്. അതിന്റെ 2/1/1985 ആൻഡ് 1/1/2007. ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. അതുപോലെ തന്നെ SC ST OBC കാർക്ക് അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് എ പാസ് ഇൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ വിത്ത് അറബിക് ആസ് എ ഓപ്ഷണൽ സബ്ജക്ട് ഓർ ആ സെക്കൻഡ് ലാംഗ്വേജ് ഓർ എ പാസ് ഇൻ അഫ്സൽ
ULMA preliminary examination or a pass in the pre-degree examination with Arabic as an optional subject or a pass in SSLC examination from Arabic oriented school or from academic school with Arabic of first language conducted in commissioner or for government examination. അതുപോലെ തന്നെ or a pass in higher secondary examination and a pass in Arabic teachers examination conducted by the Commission for Government Examination Kerala or a pass higher secondary examination and degree postgraduate degree in Arabic language conferred or recognized by the universities in Kerala and a pass in the 2 years diploma in elementary education Arabic in short DLED Arabic examination conducted by the Commission for Government Examination Kerala. അടുത്തത് കാറ്റഗറി നമ്പർ 504/2025 ആണ്. ഇതിന്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 31/12/2025 ആണ്. നൈമോ പോസ്റ്റ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. അവിടെ സെയിൽസ് അസിസ്റ്റന്റ് ആണ്. സ്കെയിൽ ഓഫ് 5520 8390 ആണ്. നമ്പർ ഓഫ് വേക്കൻസി ലാറ്റിൻ കാത്തലിക് ആണ്, ആംഗ്ലോ ഇന്ത്യൻ ആണ്, ഒരു വേക്കൻസി ആണുള്ളത്. അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 39 ആണ്. ഓൺലി ബോൺ ബിറ്റ്വീൻ 2/1/1986 and 1/1/2007 ബോർഡ് ഡേറ്റ്സ് ഇൻക്ലൂഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. അതുപോലെ തന്നെ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് പാസ് ഇൻ SSLC ആണ്. 1 year എക്സ്പീരിയൻസ് ആ സെയിൽസ്മാൻ ഓർ സെയിൽസ് വുമൺ ഇൻ എ റെക്കഗ്നൈസ്ഡ് ടെക്സ്റ്റൈൽ ഷോപ്പ് എക്സ്പീരിയൻസ് 1 വർഷത്തെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് സെയിൽസ്മാൻ സെയിൽസ് വുമൻ്റെത്. അടുത്തത് കാറ്റഗറി നമ്പർ 496/2025 NC നോട്ടിഫിക്കേഷൻ ആണ്. കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. ജൂനിയർ അസിസ്റ്റന്റ് ആണ്. ഇതിന്റെ സ്കെയിൽ ഓഫ് വരുന്നത് 22,200 48,000 ആണ്. ഒരു വേക്കൻസി ആണുള്ളത്. മുസ്ലിം ഒരു വേക്കൻസി ആണുള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 39 ആണ്. അതായത് 2/1/1986 ആൻഡ് 1/1/2007 ബോർഡ് ഡേറ്റ്സ് ഇൻക്ലൂഡ് ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. കൂടാതെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓഫ് മിനിമം 6 months ഡ്യൂറേഷൻ ഫ്രം എ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതാണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഏജ് ഓവർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള പുതുതായിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ. ഇതിലേക്ക് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൃത്യമായിട്ട് നോക്കി ഓരോ കാറ്റഗറി നമ്പറും നോക്കി കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.